ഇക്കഴിഞ്ഞ തിരുവോണനാളിൽ CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ CPM കണ്ണൂരത്തെ പ്രമുഖ നേതാവും ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനുമായിട്ടുള്ള P. ജയരാജൻ സഖാവ് ഒരു പ്രൈം 21 ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ സെയ്ഫുള്ളക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 35 മിനിറ്റ് 30 സെക്കൻഡും ഉള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ഇപ്പോൾ കേരളത്തെ പിടിച്ചു കുലുക്കുന്നൊരു വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ന്യൂസ് ചാനലുകളൊക്കെ ഇപ്പോൾ ഏതാണ്ട് 1-2 ചർച്ചകൾ കഴിഞ്ഞു. അതിൻ്റെ കാര്യം അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യമാണ് വലിയ തോതിൽ വിവാദമായി മാറിയിട്ടുള്ളത്. അതിൽ പറയുന്ന പല കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് 1999 ഓഗസ്റ്റ് 25-ാം തീയതി ഒരു തിരുവോണനാളിൽ നേരിടേണ്ടി വന്ന ആക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ആക്രമണത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിനെ വെട്ടി അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ആളുകൾ പോയതാണ് സ്വന്തം വീട്ടിൽ. പിന്നെ ആ വീട്ടിൽ താമസിച്ചിട്ടില്ല എന്നുള്ളതടക്കം നിരവധി ഓർമ്മകൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നതെന്ന് പറയാൻ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എന്തൊരു അസംബന്ധമാണിത് എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാണ് ഒരാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്, അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയായും പിന്നീടൊക്കെ വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത് എന്ന് പറയുന്ന വിമർശനം നമുക്ക് ഉന്നയിക്കുന്നുണ്ട്. ഇതിന് ശേഷം അദ്ദേഹം എഴുതാൻ പോകുന്ന പ്രസിദ്ധീകരിക്കാൻ പോകുന്ന 2 പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. അതായത് മുസ്ലിം സമുദായത്തിനകത്തുള്ള രാഷ്ട്രീയമാണ്. മുസ്ലിം രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അതിനകത്ത് തന്നെയുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നതാണ്. ഉദാഹരണത്തിന് വേണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയം നമുക്ക് അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം പറയുന്നത് അതും കൂടാതെ രാഷ്ട്രീയ ഇസ്ലാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കുന്ന ഒരു കാര്യം, ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത് ഒരു തീവ്ര ഐഡിയോളജിയുള്ള ആളുകളെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മതരാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു എക്സ്ട്രീമിസ്റ്റായ തീവ്രമായ നിലപാടുകൾ എടുക്കുന്ന ആളുകളെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയും PFIയെയും പോലെയുള്ള സംഘടനകളെയാണ്. ഇപ്പോൾ ഏതാണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായ ഡാറ്റകളെല്ലാം ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം CPM ഒരു നേതാവ് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം, അത് വലിയ ഭീഷണിയാണ് സമൂഹത്തിനെന്നും അതിനെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നത് ആദ്യമായിട്ടാണ്. അദ്ദേഹം പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയൊക്കെ ഐഡിയോളജികളുടെ സ്വാധീനം കൊണ്ടാണ് നിരവധി ആളുകൾ കണ്ണൂരിൽ നിന്നടക്കം ISISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടതെന്നും അപ്പോൾ ആ കാര്യം വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതിൽ CPM അടക്കം എല്ലാ രാഷ്ട്രീയ കക്ഷികളൊക്കെ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില മതസംഘടനകൾ, അതായത് സുന്നി മതസംഘടനകളെല്ലാം തന്നെ പലപ്പോഴും അതിനെ തടഞ്ഞു നിർത്താനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും സലഫിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരാശയ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ ഈ പറയുന്ന പല സംഘടനകളും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയാതെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഏതാണ്ട് ഒരു 7-8 മിനിറ്റുള്ള ഒരു സംഭാഷണ ശകലം മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ളത്. കൂടാതെ അദ്ദേഹം പറയുന്നൊരു കാര്യം, കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി അവർ ഇന്ത്യൻ സൈന്യത്തോട് പോരാടിയാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ 4 ചെറുപ്പക്കാരൊക്കെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മതനിരപേക്ഷ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ലെന്നും പകരം മതപരമായ ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മതപരമായ ഭരണകൂടം വന്നാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്നുള്ള ഐഡിയോളജികളിലേക്ക് എത്തുന്നുണ്ടെന്നും ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട പ്രശ്നമാണെന്നും ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത്, ഇതിനു മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സംഘർഷങ്ങളുടെ രാഷ്ട്രീയ ഫാസിസത്തിൻ്റെ ആസുര വഴികൾ എന്നുള്ളതാണ്. അത് RSSനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ഇത്തവണ അദ്ദേഹം എഴുതുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു റാഡിക്കൽ ഇസ്ലാം എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന ഇസ്ലാം സംഘടനകളെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹം കൃത്യമായി പേരെടുത്ത് തന്നെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ PFIയും പോലെയുള്ള സംഘടനകളെക്കുറിച്ചാണ്. ഇത് പറയുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആളുകൾക്കൊന്നും അറിയാത്തൊരു കാര്യമല്ല. ഞാൻ തന്നെ ഏതാണ്ട് 1 കൊല്ലം മുമ്പ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന ഒരു രാജ്യം, അത് കരീബിയൻ ദ്വീപുകളാണ്. അതിൽ ട്രിനിഡാഡ് എന്ന് പറയുന്ന ദ്വീപിൽ നിന്ന് എങ്ങനെയാണ് ISISലേക്ക് ഹബ്ബായി മാറിയത്, റിക്രൂട്ടിംഗ് ഹബ്ബായി മാറിയത് എന്ന് പറയുന്ന സൈമൺ കൊട്ടിയുടെ ഒരു പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് ഞാൻ 1 കൊല്ലം മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. അതിൽ പറഞ്ഞിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതായത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന ഒരു രാജ്യം,
ആ രാജ്യം ഏതാണ്ട് ഒരു 13 ലക്ഷം മാത്രം ആളുകളുള്ള ഒരു രാജ്യമാണ്. അവിടെ ഏതാണ്ട് ഒരു 5-10% കൃത്യമായി പറഞ്ഞാൽ 5.6% എന്നാണ്. പക്ഷേ 5-10% ആളുകൾ ഒരുപാട് പേര് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾ മാത്രമേ മുസ്ലിംസ് ഉള്ളൂ. 62% ക്രിസ്ത്യൻസ് മതവിഭാഗമുള്ള ഒരു രാജ്യമാണ്. 20%-ഓളം ഹിന്ദുക്കളും അടക്കമുണ്ട്. അതിൽ തന്നെ ഈ ഭൂരിപക്ഷം ആളുകളിൽ 37%-ഓളം തന്നെ ഇന്ത്യക്കാരാണ്, അതായത് ഇന്ത്യൻ വംശജരാണ്. പണ്ട് നമ്മുടെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലൊക്കെ നമ്മളങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അടങ്ങിയിട്ടുള്ള ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരിൽ നിന്ന് ഏതാണ്ട് 300-ഓളം വരുന്ന ആളുകൾ, കൃത്യമായി ഗവൺമെൻറ് പറയുന്നത് 130 ആളുകളാണ്, പക്ഷേ അവിടെയുള്ള മറ്റ് ഏജൻസികൾ പറയുന്നത് 240 ആളുകളാണ്. 300-ഓളം ആളുകൾ ഈ ISISൻ്റെ റിക്രൂട്ടിന് വിധേയരായി അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെല്ലാവരും തന്നെ ഫാമിലി ആയിട്ടാണ് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ UN ഐക്യരാഷ്ട്രസഭ കണ്ടെത്തിയത് പ്രകാരം തന്നെ ഏറ്റവും ഒടുവിൽ അവിടെ ഏതാണ്ട് 90 പേരെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞാൽ 56-ഓളം വരുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ്. അതിൽ നിരവധി പേർ ജയിലിലാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. അതിൽ തന്നെ ഒരാളുടെ പേര് താരിഖ് മുഹമ്മദ് ഹക്ക് എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞത്, അദ്ദേഹം ഒരു വളരെ അറിയപ്പെടുന്ന റസ്ലറായിരുന്നു, ഗുസ്തിക്കാരനായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ മെഡൽ നേടിയിട്ടുള്ള ഒരാളാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. സ്കൂൾ ബോയ് ഓഫ് ഗ്ലാഡിയേറ്റർ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹമൊക്കെ തന്നെ ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും പിന്നീട് അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ജമാഅത്ത് അൽ മുസ്ലിമി എന്ന് പറയുന്ന 1988 രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഒരു കൊല്ലം മുമ്പുള്ള ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നതാണ്. അപ്പോൾ ആ രൂപീകരിക്കപ്പെട്ട സംഘടന 1990 അവിടെ പ്രൈം മിനിസ്റ്ററെയൊക്കെ ബന്ദിയാക്കി വെച്ചുകൊണ്ടുള്ള ചില സമര പരിപാടികളൊക്കെ അവർ നടത്തി. അത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളൊക്കെ നടത്തി. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടെങ്കിലും ഈ സംഘടനയ്ക്ക് ആശയപരമായിട്ടുള്ള ഒരു പ്രചരണത്തിന് ഇതെല്ലാം തന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സൈമൺ കോട്ടി എന്ന് പറയുന്ന ഒരു ക്രിമിനോളജിസ്റ്റ്, അദ്ദേഹം നേരത്തെ വെസ്റ്റ് ഇൻഡീസ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ അതിൻ്റെ ടുബാഗോ ക്യാമ്പസിൽ അദ്ദേഹം പ്രൊഫസറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കെൻറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചുകൊണ്ടൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ഫ്ലാഗ്സ് ഓഫ് കരീബിയൻ എന്ന് പറയുന്നൊരു ബുക്കാണ്. അത് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നത് 2000-2200 രൂപയെ കൊടുത്ത് ഈ ആമസോണിലൊക്കെ അടക്കം ലഭ്യമായിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഈ എങ്ങനെയാണ് ഈ മുസ്ലിംസിനെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് തിരിച്ചുവിട്ട് ISISലേക്കുള്ള റിക്രൂട്ട് ചെയ്യാനുള്ള പാകപ്പെടുത്തിയത് എന്നുള്ളത് അതിനകത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, മതപരമായിട്ടുള്ള പീഡനങ്ങൾ അവരനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്ഷണലായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം ഇവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ അടിച്ചേൽപ്പിച്ച മനസ്സിലേക്ക് ഒരു വളക്കൂറുള്ള മനസ്സിലേക്കാക്കി മാറ്റുകയും ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ടെററിസ്റ്റ് ഐഡിയോളജികളൊക്കെ തന്നെ ഇവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ ബുക്ക് കൃത്യമായി നമ്മളോട് പറയുന്നൊരു കാര്യം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇമാം നസീം മുഹമ്മദി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണ് അവിടുത്തെ ഈ സംഘടനയുടെ വലിയ തലപ്പത്തുണ്ടായിരുന്ന നേതാവും. അദ്ദേഹമാണ് മറ്റുള്ള ആളുകളേക്ക് ഇതിലേക്ക് സ്വാധീനിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മകൾ തന്നെ ഈ പറയുന്ന അനീസ വഹീദ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മകൾ തന്നെ ഈ ISISലേക്ക് റിക്രൂട്ട്മെൻറ്റിനായി പോവുകയും ഇപ്പോൾ ഏതാണ്ട് അവിടെ സിറിയയിൽ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് എന്ന് സ്വന്തം മകൾ തന്നെ. അപ്പോൾ എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൊല്ലം മുമ്പ് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് $6,100 $6100 ആണ്. $6,100 ആണെങ്കിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ ഒരു പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് $23,700 ആണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമ്പന്നമായിട്ടുള്ള ധനികമായിട്ടുള്ള ഒരു രാജ്യമാണ് അത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ഈ പറയുന്ന 13 ലക്ഷം പേരിൽ അതിൽ തന്നെ 10% താഴെ മുസ്ലിംസ് ഉള്ളതിൽ നിന്ന് ഈ പറയുന്ന നിരവധി ആളുകൾ അതിനകത്തേക്ക് പോയിട്ടുള്ളത്. 10% എന്ന് പറയുന്നത് തന്നെ അവിടെ നിരന്തരമായി കൺവേർഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 10% എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സൈമൺ കോട്ടിയൊക്കെ പഠിച്ചതുപോലെ ഗവൺമെൻറ്റുകൾ, നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലേക്ക് ഗവൺമെൻറ്റുകൾ ഇതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്താൻ തയ്യാറുണ്ടെന്നാണ്. അല്ലാതെ നമ്മൾ ആളുകൾ പോയതിന് ശേഷം ഇവിടെ നിന്ന് പോകുന്നു എന്ന് മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഞാനിത് റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാട് ഒരു ചർച്ച നയിക്കുന്നത് കേട്ടു. ആ ചർച്ച നയിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അതിലിരുന്ന് ഷാഫി ചാലിയമൊക്കെ പറയുന്നൊരു വാചകം. ഷാഫി ചാലിയം മുസ്ലിം ലീഗിൻ്റെ ആളാണ്. അദ്ദേഹം പറയുന്നത്
എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ISIS-ലേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ രാജ്യത്തു നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമല്ലേ അങ്ങോട്ട് പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന ഇസ്ലാം മതവിഭാഗത്ത് ഇങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് പല ആളുകളുടെയും പേര് അദ്ദേഹം പറയുന്നുണ്ട്. ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. സംഘപരിവാറിൻ്റെയും അതിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെയും ഒക്കെ വാചകങ്ങളാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഷാഫി ചാലിയത്തോടൊക്കെ പറയാനുള്ളത്, ഷാഫി ചാലിയം അടക്കമുള്ള ആളുകൾ ഇത് പറയേണ്ട ഒരു കാര്യം, ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് ഒരു കൃത്യമായ പഠനം നടത്തണമെന്നാണ്. നമുക്കവരെ എന്ത് പേരിട്ട് വിളിക്കണമെന്നുള്ളത് രണ്ടാമത് തീരുമാനിക്കാം. വേണമെങ്കിൽ ഇപ്പോൾ ശരിയാണ്, ചിലപ്പോൾ പൊളിറ്റിക്കൽ ഹിന്ദു എന്നോ വേണമെങ്കിൽ പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ എന്നോ ഒന്നൊക്കെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് ഷാഫിയുടെ പരാതിയെങ്കിൽ, ഹിന്ദുക്കളുടെ അതിനകത്തും ക്രിസ്ത്യൻസിൻ്റെ അതിനകത്തും ഇതുപോലെയുള്ള എക്സ്ട്രീം ഐഡിയോളജികൾ എടുക്കുന്ന ആളുകളെ വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. പക്ഷെ അങ്ങനെ വിളിക്കാത്തതിൻ്റെ കാര്യം, ഇതൊരു നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്നുള്ളത് കൊണ്ടാണ്. മുസ്ലിം ബ്രദർഹുഡ് ആണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം ആണെങ്കിലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഭാസമാണ്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അവരുടെ ഈ പറയുന്ന പോലെയുള്ള ദുഷ്ടമനസ്സുകൾക്ക് ഇന്ത്യയിലെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പം തന്നെ ഈ പറയുന്ന പി ജയരാജൻ, അദ്ദേഹത്തിൻ്റെ ഇത് മാത്രമല്ലാണ്ട് നിങ്ങൾ അറിയേണ്ടത്, അദ്ദേഹം മറ്റൊരു സംവാദ പരിപാടിക്ക് ചെന്നിട്ടതിന് ശേഷം ഇതൊരു സംവാദമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വിട്ടിട്ട് പോകുന്നൊരു സംവാദമുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സംവാദം നടക്കണമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ടൊരു സംവാദം വേണ്ട എന്നുള്ളതാണ് CPM-ൻ്റെ നയമെന്നും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോരുന്ന ഒരു രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഷാഫി ചാലിയും ചോദിക്കേണ്ടത്. അതുകൊണ്ട് അവരുടെ പേരൊക്കെ ഇട്ട് നമ്മൾ പിന്നീട് വിളിക്കാം. ഇതിൻ്റെ അടുത്ത ഘട്ടം ഞാൻ പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് ദീപിക പത്രത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മുഖപ്രസംഗമുണ്ട്. ആ മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്താണ്? ഇസ്ലാമോഫോബിയ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ലെങ്കിൽ പോലും ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ള ആളുകളുണ്ട് എന്നുള്ളതും കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കൊന്നും ഇവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാരഗ്രാഫ് മാത്രം ഞാൻ അതിൽ നിന്നെടുത്ത് വായിക്കുകയാണ് ദീപികയുടെ. ഇസ്ലാമിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചാണ് അൽ ഖ്വയ്ദയും അതുപോലെ താലിബാനും ബോക്കോ ഹറാമും ഹമാസും ഹിസ്ബുള്ളയും ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പറയുന്നത് എന്ന് ഇവർക്കെന്തേ മനസ്സിലാവാത്തതെന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നതിനോട് തുല്യമായി തന്നെ ന്യൂനപക്ഷ വർഗീയതകളെയും കാണാതിരുന്നത് വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരോടൊരു മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന് തോന്നിയത് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് കൃത്യമായി ഈ പറയുന്ന ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ മാനസികമായൊരു വിഭജനം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, താലിബാൻ അഫ്ഗാനത്തിൽ ഭരണത്തിലേറുമ്പോൾ മറ്റ് പല ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഒക്കെ അഴിഞ്ഞാടുമ്പോൾ സന്തോഷിക്കുന്ന, അവരുടെ മനസ്സുകൾ അവർ ജയിക്കണമെന്ന് വിചാരിക്കുന്ന നിരവധി മനസ്സുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. താലിബാൻ്റെ കേസിൽ തന്നെ ഞാൻ പറയൂ, താലിബാൻ 75,000 പേരാണ് അഫ്ഗാനിസ്ഥാനിലുള്ളതെങ്കിൽ ശരിക്കും അതിനേക്കാൾ കൂടുതൽ താലിബാൻകാരുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വളരെ രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരും. ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും കഴിഞ്ഞില്ല എന്ന് പറയുന്ന അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ഈ പറയുന്ന ദീപിക ഉന്നയിക്കുന്നത്. പി ജയരാജൻ കണ്ട ഇസ്ലാമിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ CPM കാണാനിടയില്ല. കാരണം അതിൽ കോൺഗ്രസും ഈ കാര്യത്തിൽ കോൺഗ്രസ് നയമാണല്ലോ അവർ പിന്തുടരുന്നത് എന്നാണ് ദീപിക പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇത്തരത്തിൽ തുറന്നെഴുതാൻ ദീപികയൊക്കെ തയ്യാറാകാതിരുന്നുവെങ്കിൽ, ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്ന് പറയാൻ ഒരു ബിഷപ്പ് തയ്യാറായിരുന്നെങ്കിൽ, ഇത്തരത്തിലുള്ള വിഭജനം മാനസികമായി ഓൾറെഡി സംഭവിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ തരത്തിൽ ഉള്ള കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാഫി ചാലിയും പറഞ്ഞ പോലെ അവർ വേണമെങ്കിൽ നമുക്ക് പേരെന്തിട്ട് വേണമെങ്കിലും വിളിക്കാം, പക്ഷേ കൃത്യമായത് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പോലും ഒരു ചെറിയ അഭ്യാസമുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത്
ഒന്ന് മുസ്ലിം വിഭാഗത്തോട് കുറച്ചുകൂടി ഒരു പ്രീണനം കാണിക്കുന്നു CPM എന്ന് പറയുന്ന ആരോപണം ഉണ്ട്. അതുകൊണ്ട് ചില ഹിന്ദു ഈഴ വോട്ടുകൾ ഇവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ചില റീഡിങ്ങുകൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ മറികടക്കാനുള്ളൊരു തന്ത്രമാണോ ഇതെന്നുള്ളതും നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പി ജയരാജൻ പറഞ്ഞത് വസ്തുതയാണ്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തേ പറ്റൂ. കേരളത്തിൻ്റെ ഒരു സൈമൺ കോട്ടിയായി പി ജയരാജൻ മാറുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നൊരു കാര്യം. അല്ലെങ്കിൽ ഗവൺമെൻറ് കൃത്യമായൊരു പഠനം ഇക്കാര്യത്തിൽ നടത്തുകയും അതിന് ഡീറാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഇന്തോനേഷ്യയൊക്കെ നടത്തിയതുപോലെ നമ്മളും നടത്തേണ്ട ഒരു ഘട്ടത്തിലാണത്. ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ പിടിവിട്ടു പോകും. പി ജയരാജൻ്റെ ഈ ബുക്ക് CPM അറിയാത്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ബുക്കിന് ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ മുഖവുര എഴുതിയിട്ടുള്ളത് PB അംഗമായിട്ടുള്ള നമ്മുടെ A വിജയരാഘവനാണ്. പിന്നെ പാലോളി മുഹമ്മദ് കുട്ടിയാണ് ഇതിനൊരു മറ്റൊരു അവതാരിക എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഇപ്പോൾ ഏറ്റവും ആദ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പുത്തലത്ത് ദിനേശൻ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുള്ള ബുക്കാണ്. അതുകൊണ്ട് CPMൻ്റെ അറിവോടെ തന്നെയാണെങ്കിൽ CPMൻ്റെ നയമാണിതെങ്കിൽ അതൊന്ന് തുറന്നു പറയാനുള്ള ആർജവം പിണറായി വിജയനോ അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്ററോ ഒക്കെ കാണിക്കുന്നത് നന്നായിരിക്കും. എന്താണെങ്കിലും കഴിഞ്ഞ 1-2 കൊല്ലമായി ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തെയാണ് കൃത്യമായി CPM ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അത് CPMും കോൺഗ്രസും അടിയന്തരമായി അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ, താൽക്കാലികമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ സൗകര്യങ്ങൾ നോക്കിയിരുന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ അത് വലതുപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കും ഒക്കെ വളക്കൂറുള്ള ഒരു മണ്ണായി കേരളം മാറും. ഇപ്പം തന്നെ മാറിയിട്ടുണ്ട്. PFIയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് അതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും പ്രതിരോധിക്കേണ്ടതാണ്. ഇതൊന്നും നടന്നില്ലെങ്കിൽ കേരളം വളരെ അതീവ ദുസ്സഹമായിട്ടുള്ള ഒരു നാടായി ഭാവിയിൽ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല.